സുമാരൻ വല്യച്ഛനാണ് ആ ജാഥ ക്യാപ്റ്റൻ. കൂടെ വല്യമ്മ അമ്പുജാക്ഷിയുമുണ്ട്. ഒപ്പം കൊച്ചച്ഛൻ പ്രകാശൻ, ഭാര്യ കമല, അപ്പച്ചി പത്മജ, ഭർത്താവ് സുഗുണൻ എന്നിവരുമുണ്ട്. അമ്മയുടെ അനുജത്തി ജാനകിയും ചിറ്റപ്പൻ ആനന്ദനും ഇവർ വന്ന ബസ്സിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. എല്ലാവരെയും ഞാൻ ഹാർദവമായി സ്വീകരിച്ച് അകത്തേക്ക് ആനയിച്ചു. സുമാരൻ വല്യച്ഛൻ എന്നെ അടുത്തേക്ക് വിളിച്ചു. വല്യച്ഛൻ ചിരിക്കാറില്ല. വെള്ളമടിക്കുമ്പോൾ ചിരിക്കും. ഭയങ്കര ഗൗരവക്കാരനാണ്. വല്യമ്മ ചീത്ത വിളിക്കുമ്പോൾ പോലും ഗൗരവത്തോടെ നിന്ന് കേൾക്കുന്ന ആളാണ് വല്യച്ഛൻ. ഗൗരവം വിട്ടൊരു കളിയില്ല അദ്ദേഹത്തിന്. ഞാൻ അടുത്തേക്ക് ചെന്ന് വിനയപുരസ്സരം ചോദിച്ചു, എന്താ വല്യച്ഛ? അവർ എത്ര പേർ വരും? 10 പേര്. എന്തിനാ അത്രയും പേര്? എന്താ ആവശ്യത്തിന്? വല്യച്ഛൻ ചോദിച്ചു. വല്യച്ഛ, ഇതൊരു നിസ്സാര ചടങ്ങ്. ഇതിന് 10 പേർ വന്നാൽ കല്യാണത്തിന് 10,000 പേർ വരില്ലേ? സുമാരൻ വല്യച്ഛൻ അതീവ ഗൗരവത്തിലായി. എങ്കിൽ 5 പേർ വന്നാൽ മതിയെന്ന് സുമാരൻ വല്യച്ഛൻ പറഞ്ഞതായി വിളിച്ചു പറഞ്ഞേക്കാം. ആരോട്? പെണ്ണിന്റെ അച്ഛനോട്. 6 പേർ വന്നോട്ടെ, വല്യച്ഛൻ പറഞ്ഞെന്ന് പറ. വല്യച്ഛൻ സംപ്രീതനായി. അല്ല, 5 പേർ മതി, അവർക്ക് ഇതൊരു പാഠമാകട്ടെ. ശരി, ഉടനെ വിളിക്ക്, വല്യച്ഛൻ ഉത്തരവിട്ടു. ഞാൻ ഫോണും എടുത്തുകൊണ്ട് പുറകുവശത്തേക്ക് ഓടി. എന്നിട്ട് ശീമപ്ലാവിന്റെ തണലിൽ പോയി നിന്നു. ആരെ വിളിക്കാൻ? ആരെയും വിളിക്കേണ്ട കാര്യമില്ല. പെണ്ണ് വീട്ടിൽ നിന്ന് 5 പേരെ വരുന്നുള്ളൂ. വല്യച്ഛൻ എന്തെങ്കിലും ഉടക്കുണ്ടാക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അച്ഛന്റെ ബന്ധുക്കളിൽ ഏറ്റവും മൂത്തവനായ സുമാരൻ വല്യച്ഛനും അമ്മയുടെ ബന്ധുക്കളിൽ മൂത്തവനായ ശേഖരൻ മാമനും തമ്മിൽ ആരാണ് പ്രബലൻ എന്ന വിഷയത്തിലൂന്നി ഒരു മത്സരം നടക്കുന്നുണ്ട്. താൻ പറയും പോലെ മാത്രമേ കാര്യങ്ങൾ നടക്കാവൂ എന്നാണ് 2 പേരുടെയും പിടിവാശി. അതിനെന്തെങ്കിലും മാറ്റം സംഭവിച്ചാൽ മരണമായാലും കല്യാണമായാലും അവർ കച്ചറയുണ്ടാക്കും. ഇവരുടെ സ്വന്തം വീടുകളിൽ ഭാര്യമാരാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്, ബന്ധു വീടുകളിൽ ഇവരും. ഇതൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് വല്യച്ഛൻ ചോദിച്ചപ്പോൾ 5 പേരുടെ എണ്ണം കൂട്ടി 10 എന്ന് പറഞ്ഞത്. 6 പേർ വന്നാൽ മതി എന്ന് വല്യച്ഛൻ വാശി പിടിക്കാത്തത് നന്നായി. അങ്ങനെ ആയിരുന്നെങ്കിൽ ഈ ചടങ്ങ് ആ നിമിഷം പൊളിഞ്ഞേനെ. അപ്പോൾ അങ്ങോട്ടേക്ക് ജയൻ നടന്നു വന്നു. എന്റെ ഫ്രണ്ടാണ്. ഉണ്ണി ഇവിടെ നിൽക്കുകയാണോ? ഭാവി ഭാര്യയോട് ഫോൺ ചെയ്ത് സംസാരിക്കുകയായിരിക്കും. അവൻ ചിരിച്ചു. ഇവൻ എന്തൊക്കെ അറിയണം? ഇവൻ എന്തിനാ വീടിന്റെ അടുക്കളപ്പുറത്തേക്ക് വരുന്നത്? ഞാൻ അസ്വസ്ഥനാണ്. എല്ലാവരും കൂടെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. നിന്നെ ഞാനെന്തിനാ വിളിച്ചത്? ഞാൻ ഗൗരവക്കാരനായി. നിന്റെ പെണ്ണുവീട്ടിൽ നിന്ന് ആള് വരുന്നു. അതിന് ചോറും സാമ്പാറും പ്രഥമനും ഉണ്ടെന്ന് പറഞ്ഞു. അത് തിന്നാൻ. പെണ്ണു വീട്ടുകാരൊക്കെ വരുന്നത് വീടിന്റെ മുൻവശത്ത്, പിൻവശത്തല്ല. പിൻവശത്ത് കക്കൂസാണ്. കക്കൂസ് കാണാനല്ല, പെണ്ണു വീട്ടുകാരെ കാണാനാണ് നിന്നെ ഞാൻ വിളിച്ചത്. അതും നീ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് മാത്രം. പെണ്ണു വീട്ടുകാർ വരുമ്പോ കാണിക്കാൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ വേണമല്ലോ, ഒരു സ്റ്റാറ്റസിന്. മനസ്സിലായോ? നീ എന്തിനാണോ ഇങ്ങനെ ചൂടാവുന്നത്? ഞാൻ നിന്നെ തിരക്കിയല്ലേ ഇങ്ങോട്ട് വന്നത്. ജയൻ അത്ഭുതപ്പെട്ടു. സർക്കാർ ഉദ്യോഗസ്ഥനായതുകൊണ്ട് കണ്ട ആദ്യ പെണ്ണിനെ തന്നെ ഈ ജയന് കല്യാണം കഴിക്കാൻ പറ്റി. അന്നു മുതൽ എനിക്ക് അവനോട് ദേഷ്യമാണ്. ഞാൻ പെണ്ണ് കാണാൻ വെയിൽ കൊണ്ട് നടക്കുമ്പോൾ ഈ നരാധമൻ കുട്ടികളെ ജനിപ്പിക്കാനുള്ള പ്രക്രിയകളിൽ മുഴുകുകയായിരുന്നു. അന്നത്തെ രാത്രികളിൽ ഞാൻ എത്ര കരഞ്ഞു. ഓർക്കുമ്പോൾ ഇപ്പോഴും മനസ്സിനൊരു എരിച്ചിലാണ്. എന്നെ തിരക്ക് വരുന്നവർ അടുക്കളപ്പുറത്തേക്ക് വരണ്ട, മുൻവശത്ത് നിന്നാ മതി. ഞാൻ പുതിയ ഒരു കൽപ്പന പുറപ്പെടുവിച്ചു. ഒരു പെണ്ണ് വന്ന് കയറാൻ പോവുകയാണ്. ഇനി ഒരാണും അടുക്കള സൈഡിലോട്ട് വരണ്ട. ഞാൻ ലിബറലല്ല, യാഥാസ്ഥികനാണ്. ജയൻ ചോദിച്ചു, കുപ്പി എടുക്കാൻ ആള് പോയോ? ഹിന്ദുക്കൾ മുഴുവൻ കുടിച്ചു നശിക്കുന്നു എന്നും പറഞ്ഞ് ഫേസ്ബുക്കിൽ സ്ഥിരം കരയുന്നവനല്ലേ നീ? നീ ഇതൊക്കെ മോശമാണ് കേട്ടോ. ഞാൻ ഓർമ്മിപ്പിച്ചു. ഹിന്ദുക്കൾ കുടിച്ചു നശിക്കുന്ന ദുഃഖം കൊണ്ടാടാ ഞാൻ കുടിക്കുന്നത്. ജയന്റെ കണ്ണുകൾ നിറഞ്ഞു. കരയണ്ട, ഗണേശൻ മാമൻ വരുമ്പോൾ കുപ്പി കൊണ്ടുവരും. പിന്നെ ഒരു കാര്യം ചൊല്ലു. ജയൻ എന്റെ മുഖത്തേക്ക് നോക്കി. പെണ്ണു വീട്ടുകാർ പോയതിന് ശേഷമേ സാധനം തരൂ. ചെറുക്കന്റെ സ്വന്തക്കാരും കൂട്ടുകാരും മൊത്തം കുടിയന്മാരാണെന്ന കാര്യം അവരെ അറിയിക്കണ്ട, ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പോയിട്ട് കുപ്പി പൊട്ടിക്കണ നേരത്ത് വരാം. അവൻ പോകാൻ ഭാവിച്ചു. നിനക്ക് പെണ്ണിന്റെ അച്ഛനെ കാണണ്ടേ? അതിനയാൾ മമ്മൂട്ടിയൊന്നും അല്ലല്ലോ കാത്തിരുന്ന് കാണാൻ. നീ പോകല്ലേ? നീ പോയാൽ വരുന്നവരെ കാണി ഇവിടെ വേറൊരു സർക്കാർ ഉദ്യോഗസ്ഥനില്ല. നിനക്ക് 2 പെഗ് കൂടുതൽ തരാം. നിൽക്ക്, ഞാൻ അപേക്ഷിച്ചു. അത് കേട്ടപ്പോൾ അവന് സന്തോഷമായി. കഷ്ടം, ഹിന്ദു സമൂഹം നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ബിന്ദു വന്നില്ലേ? ഞാൻ അവനോട് ചോദിച്ചു. അവന്റെ ഭാര്യയാണ് ബിന്ദു. വന്നിട്ടുണ്ട്. എങ്കിൽ അവളുടെ അടുത്ത് പോയിരിക്കും. ഞാനത് പറഞ്ഞു തീർന്നത് മുൻവശത്ത് ഉച്ചത്തിലുള്ള സംസാരം കേട്ടു. ഞാൻ ഞെട്ടി. ദൈവമേ, കച്ചറ തുടങ്ങിയോ? ഞാനും ജയനും വീടിന്റെ മുൻവശത്തേക്ക് ഓടി. അവിടെ ഗണേശൻ മാമൻ വന്നിട്ടുണ്ട്. അടിച്ച് ഫിറ്റായാണ് എത്തിയിരിക്കുന്നത്. മാമൻ അച്ഛനോട് ചൂടാവുകയാണ്. അച്ഛൻ അത് കേട്ട് പ്രതിമ പോലെ നിൽക്കുന്നു. ഞാൻ ആ നിമിഷമാണ് അച്ഛന്റെ പുതിയ ഗെറ്റപ്പ് ശ്രദ്ധിച്ചത്. തലമുടിയൊക്കെ ഡൈ ചെയ്ത് കറുപ്പിച്ചിരിക്കുന്നു. തലമുടിയിൽ തേച്ചപ്പോൾ ഡൈ തീർന്നു പോയത് കൊണ്ടാകണം മീശ ഷേവ് ചെയ്ത് കളഞ്ഞിരിക്കുന്നു. പുതുപുത്തൻ ഷർട്ടും മുണ്ടും. ഷർട്ടിലാണെങ്കിൽ മുഴുവൻ ചുവപ്പ് പച്ച പുള്ളികൾ. ഞാനാണോ അതോ അച്ഛനാണോ കല്യാണ ചെറുക്കൻ? ഇതിപ്പോ ചെറുക്കനെ മാറിപ്പോകുമല്ലോ. എടാ, നീ വേഗം ചെന്ന് നിന്റെ മാമനെ ശാന്തനാക്ക്. ഇല്ലെങ്കിൽ നിന്റെ അമ്മൂമ്മയുടെ സഞ്ചയനത്തിന് നടന്ന പോലെ വൺ ലഹള നടക്കും. ജയൻ ആശങ്കയോടെ പറഞ്ഞു.
ഗണേശൻ മാമന്റെ കയ്യിലാണ് കുപ്പിയിരിക്കുന്നത്. വല്ല അടിയും നടന്നാൽ അത് പൊട്ടിപ്പോകും എന്നതാണ് ജയന്റെ ആശങ്കയുടെ അടിസ്ഥാനം. ഞാൻ ഓടി ഗണേശൻ മാമന്റെ അടുത്തേക്ക് ചെന്നു. എന്താ മാമാ പ്രശ്നം? പന്തിയിൽ 2 പക്ഷം പാടില്ല മോനെ, ഗണേശൻ മാമൻ അലറി. ഇങ്ങനെ പറയാൻ ഇവിടെ എന്തുണ്ടായി മാമ? അളിയൻ കുറച്ചു പേരെ വീട്ടിൽ പോയി ക്ഷണിച്ചു. ഈ എന്നെ ഫോൺ വിളിച്ചാ ക്ഷണിച്ചത്. എനിക്ക് കാശില്ല, ഞാൻ ദരിദ്രവാസി, ഗണേശൻ മാമൻ വിതുമ്പി. ഞാൻ അച്ഛനെ അതീവ കോപത്തോടെ നോക്കി. എല്ലാവരെയും വീട്ടിൽ പോയി ക്ഷണിക്കാനല്ലേ ഞാൻ ഈ തന്തപ്പടിയോട് പറഞ്ഞത്? പറഞ്ഞാൽ അനുസരണയില്ല, പറഞ്ഞതിന് മറുകൃതിയെ കാണിക്കൂ. എന്നെ തൊലയ്ക്കാനായിട്ടുണ്ടായ ഒരു തന്ത. നിന്നെ മാത്രമല്ല ഗണേശ, എന്നെയും ജാനകിയെയും ഫോണിൽ തന്നെ വിളിച്ചത്. അളിയന്റെ സ്വന്തക്കാരെ മാത്രമേ വീട്ടിൽ പോയി ക്ഷണിക്കൂ. നമ്മൾ 2ാം കിടക്കാര്. മധുമാവൻ ചാടി എണീറ്റ് ഗർജിച്ചു. ദൈവമേ, ഇത് കാര്യങ്ങൾ കൈവിട്ടു പോകുന്ന ലക്ഷണമാണല്ലോ. ചെറുക്കനെ കാണാൻ വരുന്നവർക്ക് ചെറുക്കന്റെ ശവം കാണേണ്ടി വരുമോ? ഇത് പുതിയ യുഗമല്ലേ? സുകുമാരൻ വലിയച്ഛൻ ഗൗരവത്തോടെ പറയാൻ ആരംഭിച്ചു. ഇപ്പോൾ എല്ലാ ഫോണിൽ കൂടെ അറിയിക്കുന്നതാണ് അതിന്റെ ഒരു പതിവ്. അത് പറഞ്ഞ അദ്ദേഹം താൻ പറഞ്ഞത് ശരിയല്ലേ എന്ന മട്ടിൽ എല്ലാവരെയും നോക്കി. സുകുമാരൻ ചേട്ടനെ ഫോണിൽ വിളിച്ചാണ് പറഞ്ഞിരുന്നെങ്കിൽ വരുമായിരുന്നോ? ജാനകി കുഞ്ഞമ്മയുടേതാണ് ചോദ്യം. ഇതിപ്പോ ചിത്രശലഭത്തിന്റെ ചിറകടിയൊച്ച സുനാമിയിലേക്ക് പോകുന്ന ലക്ഷണമാണല്ലോ. ഇവറ്റകളുടെ വായിലേക്ക് ഒരിടി വീണെങ്കിൽ ഭഗവാനെ. ജാനകി കുഞ്ഞമ്മയ്ക്ക് മറുപടിയായി സുകുമാരൻ വലിയച്ഛൻ പറഞ്ഞു. സംശയമുണ്ട്, ഞാൻ വരും. അത് കേട്ട് മലയിലെ മാമൻ അലറിക്കൊണ്ട് ചാടി എണീറ്റു. എന്നിട്ടാണോ എന്റെ അമ്മ മരിച്ചു കിടന്നപ്പോൾ വീട്ടിൽ വന്നറിയിച്ചില്ല എന്നും പറഞ്ഞ് താൻ വരാത്തത്? അത് മരിപ്പല്ലേ, മരണമൊക്കെ വീട്ടിൽ തന്നെ വന്നറിയിക്കണം, സുകുമാരൻ വലിയച്ഛൻ ഗൗരവ പുരസ്സരം പറഞ്ഞു. തേങ്ങ. ശേഖരൻ മാമൻ 2 കൈകൾ കൊണ്ട് ഒരു പ്രത്യേകതരം ആക്ഷൻ കാണിച്ചു. താൻ അൺപാർലമെന്ററിയായ കരചലനങ്ങൾ എന്നോട് കാണിക്കരുത്, സുകുമാരൻ വലിയച്ഛൻ ആക്രോശിച്ചു. അടി തുടങ്ങാൻ പോവുകയാണ് എന്ന് ഭയന്ന ഞാൻ ഓടിച്ചെന്ന് ഗണേശൻ മാമന്റെ കയ്യിലിരുന്ന വലിയ കവർ പിടിച്ചു വാങ്ങി. 12,000 രൂപ വിലയുള്ള കുപ്പികളാണ്. അടി തുടങ്ങിയാൽ കുപ്പികൾ പൊട്ടും. അത് സംഭവിക്കാൻ പാടില്ല. ഞാനത് ജയന്റെ കയ്യിലേൽപ്പിച്ചിട്ട് പറഞ്ഞു, എവിടെയെങ്കിലും കൊണ്ടുപോയി ഭദ്രമായി സൂക്ഷിക്ക്. കുപ്പിയുമായി ജയൻ പുറകുവശത്തേക്ക് ഓടി. ഇനി എന്ത് സംഭവിക്കുമെന്ന ആധിയോടെ ഞാനവിടെ ഇതി കർത്തവ്യഥ മൂട്ടനായി നിന്നു.